എനിക്ക് കിട്ടിയൊരു സർപ്രൈസാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഹായ് ഹലോ, വെൽക്കം ടു നിഷ പിഡീസ് വേൾഡ്. നമ്മുടെ കുട്ടീസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ കൂട്ടിയിട്ട് ഒരു ജ്യൂസ് കുടിക്കാനായിട്ട് അച്ഛനെ പുറത്തേക്ക് പോയതാണ്. ആ സമയത്താണ് അവൾ ആ വഴിക്ക് തന്നെ എയർപോർട്ടിലേക്ക് അവരെ കൊണ്ടുപോയി. നിങ്ങൾക്ക് എയർപോർട്ട് കാണണോ എന്ന് ചോദിച്ചിട്ടാണ് കൊണ്ടുപോയത്. അങ്ങനെ ആദ്യം അവർക്കാണ് സർപ്രൈസ് കിട്ടിയത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സാധാരണ എന്നും വിളിക്കാറുള്ള കീർത്തന ഇന്ന് കിച്ചു ഇന്ന് വിളിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഞാനത് അതിൻ്റെ ഒരു ഇതിലായിരുന്നു, എന്താണ് വിളിക്കാത്തതെന്നുള്ള വയസ്സ് തരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നേരം വിളിക്കാതെ നിന്നതെന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അല്ലെങ്കിലും വീട്ടിലെല്ലാവരും എത്തിക്കഴിയുമ്പോൾ ഒരാളായിട്ട് എത്താതെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. നമ്മുടെ അമ്മമാരുടെ മനസ്സ് എപ്പോഴും അങ്ങനെയാണ്. അയ്യോ, അതുകൊണ്ട് ഞങ്ങള് കോൾ ചെയ്യാന്. അമ്മ ധാരായി വരുന്നത് ഈ 11. അങ്ങനെ പണിയൊന്നും ഇല്ലേന്ന് ചോദിച്ചപ്പം അമ്മയ്ക്ക് വേണ്ടി എല്ലാം ഒഴിവാക്കി വന്നതാന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം കിച്ചുവിൻ്റെ 2 ഫ്രണ്ട്സ് വന്നു. ഭരത് ഫ്രം കർണാടക ആൻഡ് ഐവിൻ ഫ്രം കോഴിക്കോട്. ഭരത്തിൻ്റെ ഫസ്റ്റ് ടൈം വിസിറ്റാണ് കോഴിക്കോട്. ഭരത് ഈസ് ഈറ്റിംഗ് ക്രാബ് ഫസ്റ്റ് ടൈം. അപ്പം അതിൻ്റെതായ സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പം കീർത്തന അവന് ഡെമോ കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ് ക്രാബ് കഴിക്കേണ്ടത്. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ ഫസ്റ്റ് ടൈം കഴിക്കുന്നവർക്ക്. It's already broken. See? This small? Like little pluck out here. See? This is it. Here you break. Okay. Then from here you press. It came something. Like that you suck. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അവർ വായുവിനൊക്കെ കണ്ട് വൈവിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. ഇവരോടൊക്കെ ഒരുപാട് കടപ്പാടുണ്ട് എനിക്ക്. കാരണം കീർത്തന MBAക്ക് ചേർന്ന സമയത്ത് ഒരിക്കലും ജോണ്ടീസ് വന്നിട്ട് ഹോസ്പിറ്റലിൽ അവിടെ അഡ്മിറ്റ് ആയിരുന്നു. അന്ന് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഇഷ, അങ്ങനെ കുറച്ച് കുട്ടികൾ, ഇവരെല്ലാവരും അവളെ നന്നായി ടേക്ക് കെയർ ചെയ്തിരുന്നു. അവരിറങ്ങുന്ന സമയത്ത് ഭരത് എന്നോട് ആൻറ്റി കൂടെ വരുമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. എവിൻ്റെ അമ്മേനെ എനിക്ക് പരിചയമുണ്ട്, എന്തായാലും ഇനി ഒരിക്കലാവാമെന്ന് പറഞ്ഞു. കീർത്തന വന്നത് എന്തിനാന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.